ജാസ്മിനും ഗബ്രിയും ആകെ മൊത്തം കയ്യിന്ന് പോയിരിക്കുകയാണ് വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം. ജാസ്മിൻ ഇപ്പൊ ലൈവില് പൂജയോട് പറയുന്നുണ്ട്, എന്റെ ഗെയിം അവസാനിച്ചു പൂജ, എനിക്കിവിടെ എന്റെ ഗെയിം തിരിച്ചു പിടിക്കാൻ ഇനി പറ്റില്ല. ആർക്ക് വേണമെങ്കിലും എന്നെ പരിഹസിക്കാം, പുച്ഛിക്കാം, എന്ത് വേണമെങ്കിലും പറയാം, അപമാനിക്കാം. മൊത്തത്തില് കയ്യിന്ന് പോയിരിക്കുവാണ്. ഇനി എനിക്ക് എന്റെ ഇമോഷൻസ് പിടിച്ചാല് കിട്ടില്ല. എന്റെ ഗെയിം കൈവിട്ടു പോയി, ഞാൻ ക്വിറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങള് ജാസ്മിൻ പറഞ്ഞതാണ് പൂജയോട്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പൂജയ്ക്കും ആകെ നെഗറ്റീവ് അടിച്ച് ഡാർക്ക് അടിച്ച് പൂജ പോയിരുന്ന് കരയുന്നുണ്ട് ജാൻമുണിയെ കെട്ടിപ്പിടിച്ചിട്ട്. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, എന്തുമാത്രം ഒരു നെഗറ്റീവ് എനർജി, ഒരു ഡാർക്ക് ഫീലിംഗ് ആണ് ആ ഒരു വീടിനകത്ത് ഇവര് തമ്മിൽ ഇവരുടെ ഈ ഒരു ഇതിലുള്ളതെന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. ഇത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഋഷിയോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഋഷിയോട് പറയുന്നത് മൊത്തത്തിൽ കുലുക്കി കളഞ്ഞു ഞങ്ങളെ എന്നാണ്. ഞങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ ഓക്കെ ആണെങ്കിൽ ഞാനും ചിലപ്പോൾ ഓക്കെ ആവും, പക്ഷെ അവനും മിണ്ടാതിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആകെ ഡാർക്ക് അടിച്ചിരിക്കുവാണ് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ഋഷിയുടെ അടുത്ത്. ചടഞ്ഞുകൂടി ആ ഒരു ബ്ലാങ്കറ്റും പൊതിച്ച് വാഴയുടെ ചോട്ടിൽ കിടക്കുകയാണ് ജാസ്മിൻ ആ ഒരു മോർണിംഗ് ടാസ്കിന് ശേഷം. അതിനു മുമ്പും അതേപോലെ തന്നെയായിരുന്നു. മോർണിംഗ് ടാസ്ക് ചെയ്യാനൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. ജാസ്മിന് മാത്രമല്ല, ഗബ്രിക്കും അങ്ങനെ തന്നെയാണ്. ഇതെനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഇസ് എ വെരി സ്മോൾ വേൾഡ്, ഒരു ചെറിയ ലോകമാണ്, ഉട്ടോപ്പിയ എന്നൊക്കെ പറയുന്ന മാതിരി ഒരു സ്ഥലം. അതിനകത്ത് മെന്റൽ ഹെൽത്ത് ആണ് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം. അത് ശരിയല്ലെങ്കിൽ വേറെ ഒന്നും നടക്കുകയില്ല. ഓവർ തിങ്ക് ചെയ്ത് ഡാർക്ക് അടിച്ച് പണ്ടാഹാരം അടങ്ങിയിരിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമൊന്നും അല്ല അത്. ഇവനിപ്പോ നമുക്കിത് പുറത്തിരുന്ന് പറയുമ്പോഴും നമുക്ക് എളുപ്പത്തിൽ പറയാം, പക്ഷെ അതിനകത്ത് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭീകര ഫീലിംഗ് ആണ്. ഗബ്രിയുടെയും ജാസ്മിന്റെയും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവരെ ഒരു മനഃശാസ്ത്ര വിദഗ്ധനെ കാണിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. കാരണം രണ്ടുപേരും ഒട്ടും തന്നെ ഓക്കെ അല്ല, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ് എന്നാണ് എനിക്ക് ലൈവ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. നമുക്ക് നോക്കാം ആരെങ്കിലും ക്വിറ്റ് ചെയ്യുമോ എന്ന്. ക്വിറ്റ് ചെയ്യുന്നൊന്നും തോന്നുന്നില്ല. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.